നോക്കിയിരുന്നില്ല സാമാൻ അടിച്ചുകൊണ്ട് പോകുന്ന ടീംസ് ഉണ്ട്. അപ്പം നമ്മളിവിടെ ഹലോ ഗൈസ്, എൻ്റെ പേര് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ ഞാൻ ഇറ്റലിയിലെ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയുടെ ലാസ്റ്റ് ഭാഗത്ത് അമ്മയുടെ പേപ്പർ വർക്കിന് പോവാണ്. അപ്പോൾ അതിന് വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ അതിനോട്ട് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. നേരെ വെളുത്ത് വരുന്നുള്ളൂ. സമയം ഏകദേശം 7:30 7:45 അങ്ങനെ ആ ടൈമിലാണ്. ഞാനും ഇതാ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. കുറച്ച് വേസ്റ്റ് കളയാണ്ട്. അപ്പോൾ അമ്മ വേസ്റ്റുമായിട്ട് മുമ്പിൽ നടക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അമ്മ വേസ്റ്റായിട്ട് മുമ്പിൽ നടക്കുന്നുണ്ട്. അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ ഫുൾ വീഡിയോയിലേക്ക് പോവാം. ഇവിടെ കുറേ ദൂരമാണ്. എത്ര നേരം അവിടെ നിന്ന് നമ്മൾ നടക്കാൻ തുടങ്ങിയത്. എനിക്കൊന്നൊരു 200 മീറ്റർ അപ്പുറമാണ് വേസ്റ്റ് കൊണ്ടക്കളേണ്ടത്. ഓ, മിക്സഡ് വേസ്റ്റാണ്. ഇവിടെ എല്ലാ വേസ്റ്റ് ഇടാൻ പറ്റുന്നു അതിൻ്റെ അകത്ത്. പക്ഷെ നമുക്ക് അവിടെ അങ്ങനെയല്ല, എല്ലാം വേറെ വേറെയാണ്. ഇവിടെ മിക്സഡ് വേസ്റ്റ്. ഇവിടെ കുറേ സ്ഥലത്ത് മിക്സഡ് വേസ്റ്റ് ഇടാൻ പറ്റുന്നുണ്ട്. എനിക്ക് അറിയത്തില്ല കേട്ടോ എന്താണ് മിക്സഡ് വേസ്റ്റിനുമായിട്ട് ഇവർ ഉദ്ദേശിക്കുന്നത്. കാരണം എല്ലാ വേസ്റ്റും ഇൻക്ലൂഡ് ആയിട്ട് ഒരുമിച്ചിടുക. പിന്നെ അവർ സെപ്പറേറ്റ് ചെയ്യേണ്ടി വരുന്നത്. എനിക്കറിയാമേ. അമ്മ ഉപദേശം തുടങ്ങിയിട്ടുണ്ട്. മിനി ജോണി ലിത്വാനിയയിലെ -20 -30 തണുപ്പിലൊക്കെ നിന്ന് നമ്മളോട് ഇവിടുത്തെ ഈ തണുപ്പത്തിൽ ഇത് തണുപ്പൊന്നുമില്ല, 10 ഡിഗ്രി 10 ഡിഗ്രി 15 ഡിഗ്രിയിലൊക്കെ നമ്മളോട് പറയാ. എന്താരോടാ മൂത്തവർ ചൊല്ലും ആദ്യം കഴിക്കും. ഇപ്പൊ പുതിയ മാറി, ഇപ്പൊ ഇളയവറ ചൊല്ലുക. ഇനി വഴി മൊത്തം ഞാൻ പറഞ്ഞു കൊടുക്കണം. പുതിയ സ്ഥലത്തൊക്കെ പോകുന്നത് ഗൂഗിൾ മാപ്പ് നോക്കണം. ഈ പ്രാവശ്യം നമ്മൾ ടിക്കറ്റ് അടിച്ചിട്ടുണ്ട്. ഇതാണ് ടിക്കറ്റ് അടിച്ച് കിട്ടുന്ന സാധനം. ഇതിൻ്റെ അകത്ത് ടൈമും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത്ര സമയത്തേക്ക് നമുക്ക് 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് ട്രാവൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ടിക്കറ്റ്, ഇവിടുത്തെ ബസ് ടിക്കറ്റ്. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഇതാ വലിയൊരു സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. റോമിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ. അതായത് നമ്മുടെ വില്നസ് എയർപോർട്ടിനേക്കാളും വലുതാണ്. നോക്കി എന്ത് വലിപ്പം നിൽക്കും. അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം മെട്രോ സ്റ്റേഷനിലേക്ക് പോകണം. മെട്രോ അപ്പം അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. മെട്രോ അങ്ങോട്ടാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും മെട്രോ സ്റ്റേഷൻ തപ്പിക്കും. അമ്മ ഇങ്ങോട്ടോ. അമ്മ ആരോടെല്ലാം ചോദിക്കട്ടെ എന്നാണ് പറയുന്നത് കേട്ടോ. നമുക്ക് പോകേണ്ട സ്ഥലം എവിടെയാണെന്ന് നമുക്ക് ചോദിക്കണം എന്ന് പറഞ്ഞു. ഗൈസ്, അപ്പം നമ്മുടെ അവിടെ ഉള്ള പോലെ തന്നെ ബോൾട്ട് വണ്ടികൾ, ബോൾട്ടിൻ്റെ ഉണ്ട്, പിന്നെ ഊബറിൻ്റെ ഉണ്ട്. അങ്ങനെ 2 ടൈപ്പ് വണ്ടികളാണ് ഇവിടെ വരുന്നത്. നല്ല വെയിലടിക്കുന്നുണ്ട്. വെയിൽ കറക്റ്റ് കണ്ണിലേക്ക് അടിക്കുന്നു. ഞാനങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ആൾക്കാരുണ്ട് പുതച്ചു കൂടിയൊക്കെ നടക്കുന്നത്. അതൊക്കെ വീടും കൂടി മീൻസ് വീടൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്തവരാന്ന് തോന്നുന്നു. ഇവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അതായത് ആഫ്രിക്കൻ സിസ്റ്റം പോലെയുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ എന്താ പറയുക മോഷണം നടക്കുന്നൊരു സ്ഥലം അല്ലേ, ഏറ്റവും കൂടുതൽ കള്ളന്മാരുള്ള സ്ഥലമല്ലേ. നോക്കിയിരുന്നില്ല സാമാൻ അടിച്ചോണ്ട് പോകുന്ന ടീംസ് ഉണ്ട്. അപ്പം നമ്മളിവിടെ അത്രയും കെയർഫുള്ളായിട്ട് ഇറക്കണം. എൻ്റെ ഫോൺ വരെ എനിക്ക് പിടിക്കാൻ പേടിയാണ്. കുറേ അകത്താണ് പിടിക്കുന്നത്. പക്ഷെ എന്തായാലും കുറച്ചുകൂടെ ദൂരമേ ഉള്ളൂ. അത്രയും കള്ളന്മാരുണ്ട് ഇവിടെ. കാരണം അമ്മയുടെ കയ്യിൽ നിന്ന് തന്നെ കുറേ സാധനം അമ്മയുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് കേട്ടോ. സാധനങ്ങളൊക്കെ പോയിട്ടുണ്ട്. അതേ സമയം നമ്മളിപ്പം ഇറങ്ങിയിട്ടുണ്ട്. അണ്ടർഗ്രൗണ്ടിൽ കൂടെ ബേസ്മെൻറ്റിൽ കൂടെയാണ് നടക്കുന്നത്. ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. ഞാനും അമ്മ ഇതിങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ കെയർഫുള്ളായിരിക്കണം. ഓടി വന്ന് ഫോൺ കൊണ്ട് അടിച്ചുകൊണ്ട് വലിയ വായും വിളിച്ചിരിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഫോണൊക്കെ കയ്യിലോട്ട് ചേർത്ത് പിടിച്ചിട്ടാണല്ലേ. ട്രൈപ്പോഡിൽ വെച്ച കൂടാണ്ട് എൻ്റെ ഒരു കൈ കൊണ്ട് ഫോൺ ഞാൻ പയ്യെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അതേ അമ്മ നടക്കുന്നു. ഇവിടെ എന്തൊക്കെ കുറേ ടോയ്സുള്ള ഷോപ്പ്. എന്താ പറയുക, ഡ്യൂട്ടി ഫ്രീ പോലെ കുറേ സാധനങ്ങളുണ്ട്. അങ്ങനെ ഇപ്പം നമ്മൾ നടന്നാണ് ഏകദേശം താഴെ എത്താറായിട്ടുണ്ട്. അപ്പം ഏറ്റവും താഴത്തെ ഫ്ലോർ അണ്ടർഗ്രൗണ്ടിൽ ഏറ്റവും താഴത്തെ നമ്മൾ മെട്രോയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. റബീബി ഇങ്ങോട്ട്. അപ്പം നമുക്കിത് റബീബി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്കാണ് നടക്കേണ്ടത്. ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അമ്മ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെട്രോൻ്റെ ട്രാക്ക് കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് നോക്കട്ടെ. പൊന്ന് ഗൈസ്, തിരക്കെന്നൊക്കെ പറഞ്ഞാൽ സീന് തിരക്കാണ് കേട്ടോ. കയറാൻ പോലും നമുക്ക് സ്ഥലമില്ല, അത്രക്കാരാണ്. ഈ സൈഡിൽ കുറേ ആളുകൾ അപ്പുറം ആൾക്കാർ കയറണം. അപ്പോൾ ഉള്ള സ്ഥലം കൂടെ പോകും. ഞാൻ കയറി പട്ടി തിരക്കാണ് ഗൈസ്, ഒടുക്കത്തെ തിരക്ക് ഗൈസ്. അങ്ങനെ തിരക്കും കാര്യമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. മെട്രോ നമുക്ക് അങ്ങോട്ടൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇത് ഞങ്ങൾ ഇറങ്ങുന്നതിന് സ്റ്റോപ്പിന് തൊട്ട് മുമ്പുള്ള സ്റ്റോപ്പാണ്. ഏകദേശം അടുത്ത സ്റ്റോപ്പിൽ ഞങ്ങൾ ഇറങ്ങും. അടുത്ത സ്റ്റോപ്പിലല്ല അമ്മ ഇറങ്ങുന്നത്. അതായത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് ലാസ്റ്റ് സ്റ്റോപ്പ്. ഈ ട്രെയിനിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റോപ്പിലാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ അതിൻ്റെ അകത്ത് കയറണ്ടേ. പിന്നെ ബസ്സിന് കയറണം.
എത്ര കിലോമീറ്റർ ഉണ്ടാവും? അല്ല എത്ര ദൂരം ഉണ്ടാവുമായിരിക്കും? അത് കഴിഞ്ഞ് ഒരു ബസ്സിലൂടെ കയറണം. പിന്നീട് 10-20 മിനിറ്റ് യാത്ര കൂടെ ഉണ്ട്. അപ്പോഴത്തേക്ക് ഏകദേശം നമ്മുടെ പേപ്പർ വർക്ക് ചെയ്യേണ്ട കമ്പനി നമ്മൾ. ഇതാണ് പുറത്തെ കുറച്ച് വിഷ്വൽ. ഫുള്ള് ചെളിയും പടമൊക്കെ തന്നെ കേട്ടോ. ഇത് കൊയ്സ്തൂര എന്ന് പറയും ഇവിടെ. ഇനി ഇവിടുന്ന് നോക്കട്ടെ, പറ്റുമെങ്കിൽ ഇന്ന് നമ്മൾ സെൻട്രലൊക്കെ ട്രാവൽ ചെയ്ത് കുറേ സ്ഥലങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പം ഇത് അമ്മയോട് ഇരിപ്പുണ്ട്. നമ്മുടെ തൊട്ടപ്പുറം ഏതോ ഒരു കാണാൻ സുന്ദരിയായിട്ട് പെണ്ണുങ്ങൾ ഇരിപ്പുണ്ട്. പ്രായമുണ്ടെന്ന് തോന്നുന്നു, എന്നാലും അറിയത്തില്ല. പൈസ അങ്ങനെ ഞങ്ങൾ ഇത്രയും നേരം ഉണ്ടായിരുന്നു മെട്രോയിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പം നല്ല സൂര്യപ്രകാശം അടിക്കുന്നുണ്ട്. എന്നാ ഡോക്യുമെൻ്റ് കൊണ്ട് നടക്കുന്നവരൊക്കെ അങ്ങോട്ടേക്ക്, അതായത് കയ്യിലൊക്കെ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് നടക്കുന്നവരൊക്കെ അങ്ങോട്ടേക്കാണെന്ന് തോന്നുന്നു. അപ്പോൾ അവരെ ഫോളോ ചെയ്യുവാണ്. കാരണം ഞങ്ങൾക്കോ വഴി അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ പോകുന്ന ആൾക്കാരെ ഫോളോ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നേരെ അവിടെ എത്താൻ പറ്റും. ഏത് സ്ഥലത്തിൻ്റെ പേര്? ഏത് ബസ്സിലായിരുന്നേ? അപ്പം അമ്മയ്ക്കാരോ ലൊക്കേഷനൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരോട് നമ്മൾ ജസ്റ്റ് ചോദിക്കുവാണ് ഏത് ബസ്സിലാണ് കയറേണ്ടത്, ഏതിലാണ് പോകേണ്ട കാര്യങ്ങളൊക്കെ. ഗൈസ് ഇവിടെ ഉണ്ട് ഇതാ ചെറിയ ചെറിയ കച്ചവടങ്ങൾ. ടൂറിസ്റ്റേഴ്സ് കുറേ ആൾക്കാരുള്ളതുകൊണ്ട് കച്ചവടങ്ങളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. എനിക്കൊന്ന് 437 കയറാൻ പറഞ്ഞേ. ഇതേ ബസ്സാണ് കിടക്കുന്ന. അമ്മ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ പേപ്പർ വർക്കിന് മുമ്പ് കുറേ ആൾക്കാർ ഇതിൻ്റെ അത് കയറിയിട്ടുണ്ട്. അപ്പോൾ പറ്റുവാണെങ്കിൽ ചിലപ്പോൾ അവരെ ഇനിയിപ്പോൾ ലൊക്കേഷൻ വലിയ പിടുത്തൊന്നുമില്ല. ഇനിയിപ്പോൾ അവരിറങ്ങുന്നതിന് ആ സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ഇറങ്ങണം. എനിക്കാണെങ്കിൽ എക്സാക്ട് ലൊക്കേഷൻ അയച്ചു തന്നിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. തിരക്ക് കണ്ടോ, എന്ത് തിരക്കാന്ന് നോക്കി, നിറച്ച ആൾക്കാരാണ്. ഇതിപ്പോൾ എനിക്കൊന്ന് ഈ ഓഡിയോ കുറേ വോയിസ് ഓവർ കേൾക്കുന്നവരേക്കും കേൾക്കുന്നുണ്ടാവുക. പക്ഷേ വോയിസ് ഓവർ അല്ല, ഇത് ലൈവ് ഓഡിയോ. ഇവിടെ ഇരുന്നുകൊണ്ടാണ് ഈ ഓഡിയോ കേൾക്കുന്നത്. അത്രയും ആൾക്കാർ, നല്ല തിരക്കാണ്. നമ്മുടെ ഒരു വിസ സെൻറ്ററിലൊക്കെ പോയ പോലെ, പണ്ട് ലിത്വാനിയ, എനിക്ക് ഓർമ്മ വരുന്നില്ല, ലിത്വാനിയൻ്റെ VFSന് വേണ്ടി ഞാൻ ഡൽഹി പോയ പോലെ നിറച്ച് തിരക്കാണ്. ഇവിടുത്തെ എംബസി ഉണ്ട്, നമ്മളിവിടെ ഇരിപ്പുണ്ട്. പിന്നെ കുറച്ച് മലയാളി ചേച്ചിമാരെ കണ്ടിട്ടുണ്ട്, അവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വെയിറ്റ് ചെയ്യുക കേട്ടോ. എന്തായാലും കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. കാരണം നമ്മുടെ അപ്പോയിൻമെൻറ്റ് വരുന്നത് 11:30 സംതിങ് ആണ്. ഇവിടെ 10 മണിയെങ്ങാണ്ടായതേ ഉള്ളൂ. അപ്പോൾ ഓരോ അപ്പോയിൻമെൻറ്റ് സമയം അവർ വിളിക്കും. 11:30 അപ്പോയിൻമെൻ്റ് ഉള്ള ആൾക്കാർ വരിക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ബഞ്ച് ഓഫ് ആൾക്കാർ, ചിലപ്പോൾ ഒരു ടെക്ക് ഓഫ് ആൾക്കാർ, ഒരു 12 പേര് ഇല്ല ഒരു 15 പേരൊക്കെ സെയിം ടൈമിലേക്ക് അപ്പോയിൻമെൻറ്റ് ഒരുമിച്ച് അകത്ത് കയറുന്നുണ്ടോ. അവിടെ നിന്നാണ് വിളിക്കുന്നത്. അവിടെ നിന്ന് വിളിച്ച ആൾക്കാരിങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് പോകും. അപ്പോൾ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്, കണ്ടോ ആൾക്കാർ കയറുന്നുണ്ടോ. അപ്പോൾ ഇതാണ് അമ്മ. ഇപ്പോൾ ഇത് നമ്മുടെ എംബസി പോലത്തെ സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അമ്മ അതിൻ്റെ ഉള്ളിൽ കയറിപ്പോയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ നെറ്റും ഇല്ല, ഒന്നുമില്ല. ഞാൻ ഇങ്ങനെ ഊമ്പിത്തിട്ടിരിക്കുകയാണ് ഗൈസ്. നെറ്റ് സംഭവങ്ങളൊന്നുമില്ല കയ്യിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്യുകയാണ് അമ്മ വരുന്നവരെ. ഒരു വഴിയില്ല, ഇവിടെ കുത്തിയിരിക്കുക എന്നുള്ള കാര്യം. ഗെയിം കളിക്കാമെന്ന് വെച്ചാൽ ഓഫ്ലൈൻ ഗെയിമൊക്കെ ഇൻസ്റ്റാൾ ആക്കി. പക്ഷേ പണി പാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓഫ്ലൈൻ ഗെയിം ഓപ്പൺ ആയി വരണമെങ്കിൽ നെറ്റ് വേണം. ഓപ്പൺ ആയി കഴിഞ്ഞാൽ കളിക്കാൻ നെറ്റ് വേണ്ട. ഞാനത് അറിഞ്ഞില്ല. അപ്പോൾ എന്തായാലും അമ്മ കയറിപ്പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ ചുമ്മാ ഓപ്പൺ ആയി നോക്കിയത്. നോക്കുമ്പോഴത്തേക്കും സാധനം ആകുന്നില്ല. എന്തായാലും ഞാൻ പുറത്ത് പോയി വെയിറ്റ് ചെയ്യുവാണ്. അമ്മ അകത്ത് നിൽപ്പുണ്ട്. അമ്മ ഇനി പേപ്പർ വർക്ക് കഴിഞ്ഞാൽ അമ്മ എപ്പോൾ വരുമെന്ന് അറിയത്തില്ല. സ്റ്റിൽ വെയിറ്റിംഗ്. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഇതേ അമ്മയോടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അമ്മ ഇതാ അമ്മയുടെ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനും അമ്മ ഇങ്ങനെ നിൽക്കുവാണ്. ഇനി ബസ് വെയിറ്റ് ചെയ്യണം. ഇവിടെ 437 എന്നാണ് ബസ് നമ്പർ വരുന്നത്. അപ്പോൾ ബസ് വരുന്നതിലൂടെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. നിങ്ങൾക്ക് അവിടെ ഉണ്ടോ? ഞാൻ കാണിച്ചു തരാവേ. അതുണ്ടാവും. ഇതൊക്കെ ആൾക്കാരിങ്ങനെ ഷെഡൊക്കെ കെട്ടി താമസിക്കുകയാണ്. ഈ അഭയാർത്ഥി സെറ്റപ്പാന്ന് തോന്നുന്നു, എനിക്കറിയാൻ പാടില്ല. അങ്ങനത്തെ സെറ്റപ്പ് നിറച്ച ആൾക്കാരൊക്കെ ഇങ്ങനെ ഷെഡൊക്കെ കെട്ടി അവരവിടെയാണ് താമസിക്കുന്നത്. കടപ്പും കുളിയും എല്ലാം അവിടെ തന്നെയാണ് തോന്നുന്നു. നല്ല നാറ്റമാണ് അതിൻ്റെ അടുത്തേക്ക്. ചിലപ്പോൾ എനിക്കൊന്ന് ഇവരും ഇങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഇവിടെ എത്തിപ്പെട്ടതായിരിക്കും. ഇല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും വർക്കിന് എത്തിപ്പെട്ടു, ആ വർക്കിൽ നിന്ന് പുറത്താക്കി, ഇല്ലെങ്കിൽ വിസ ക്യാൻസലായിപ്പോയി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന ആൾക്കാരാന്ന് തോന്നുന്നു. ഇതാ നമ്മൾ ബസ്സിൽ കയറി. ഇതേ അമ്മയോടെ നിൽപ്പുണ്ട്. അങ്ങനെ യാത്ര തുടങ്ങുവാണ്. ഇതാണ് കേട്ടോ നോർമൽ ബസ്സൊക്കെ സെറ്റപ്പൊക്കെ ലിത്വാനിലെ പോലെ തന്നെ. പക്ഷേ ടിക്കറ്റ് മാത്രം ചെറിയ വ്യത്യാസമുള്ളൂ. ഇവിടെ മറ്റേ 1 യൂറോ എത്രയാണ്? 1.5 യൂറോയോ? 1.5 യൂറോൻ്റെ ചെറിയ ടോക്കൺ ഒരു ടിക്കറ്റാണ്. അത് ആ മെഷീനിലിടണം, കാണുന്ന മഞ്ഞ മെഷീനിലിടണം. എന്നിട്ട് വേണം നമ്മളെടുക്കാൻ. ആളൊന്നും ഇല്ലാത്തൊരു ട്രെയിൻ കിട്ടിയിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കും കേട്ടാ. അങ്ങനെ ആദ്യമായിട്ട് ട്രെയിനിൽ സീറ്റ് കിട്ടിയേ. അങ്ങനെ ഒരു മനുഷ്യരില്ലായിരുന്നു. കാരണം ഇവിടെ നിന്നാണ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിറച്ച ആളായി. ട്രെയിൻ ഇപ്പം നിർത്തിയ സമയം കൊണ്ട് തന്നെ എത്ര പേരല്ലേ കയറിയേ? പറയൂ ഇത്രല്ലേ. ഇനി കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പോകണം, ഫുഡ് കഴിക്കണം. പറ്റുമെങ്കിൽ നമ്മൾ മീൽസ് കഴിക്കും. ചോറുണ്ട്, നല്ല ചോറുണ്ട്. ചോറ് മത്തി പൊരിച്ചോ കൂടി വൻ അടി അടിക്കും. കാരണം ഇന്നലെ നമ്മൾ ഏഷ്യ റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞായിരുന്നു ഇന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ വരുമെന്നാണ് പറഞ്ഞത്. മിക്കവാറും ഇന്ന് നമ്മൾ ഫുഡ് കഴിക്കും. പിന്നെ എന്തായിരുന്നു, എനിക്ക് ഇവിടുത്തെ ഇറ്റാലിയൻ പിസ്സയാണല്ലോ ഏറ്റവും അടിപൊളി പിസ്സ. ഒരു ഇറ്റാലിയൻ പിസ്സ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് മർഗരീത്ത കഴിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അമ്മയ്ക്ക് അത് ഇഷ്ടമല്ല. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും സീ ഫുഡ് പരമായി എന്തെങ്കിലും ട്രൈ ചെയ്യാം. പിന്നെ വേറെ എന്തെങ്കിലും ഇല്ല. ഇന്ന് ഏതോ അമ്മ ദൈവവിശ്വാസിയായ ഞങ്ങൾ ഇന്ന് ഏതോ പള്ളി കാണാൻ പോകുന്നുണ്ട്. ചിലപ്പോൾ ഒന്നും തീരുമാനമായിട്ടില്ല. അവിടെ എത്തിക്കുമ്പോൾ സമയവും കാര്യങ്ങളും സമയബന്ധിതമായി എല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടാണ് നോക്കുക. അപ്പം നമ്മുടെ സെക്കൻഡ് പാർട്ട് വീഡിയോയും ഏകദേശം ഇന്ന് എൻഡിങ് കൂടെ ആയിരിക്കും നമ്മുടെ സെക്കൻഡ് പാർട്ട് തീരുന്നുണ്ടാവുക. ഫുഡ് കഴിക്കാൻ പോകണം.
നമ്മൾ റിച്ച് ആയ ഒരു ലക്ഷറി ലൈഫാണ്. ബസ്സിൽ ടിക്കറ്റ് എടുക്കാണ്ട് പോവുക, പിന്നെ അല്ലേ ഇപ്രാവശ്യം കൂടുതൽ ടിക്കറ്റ് അടിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചുതരാം ടിക്കറ്റ് ഞങ്ങളെ ടിക്കറ്റ് കാണിച്ചുതരാം. 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതല്ലേ 2 ടിക്കറ്റും അടിച്ചിട്ടുണ്ട്. ഇതെത്ര സമയം വരെ? 15:03 വരെ നമുക്ക് ഈ ടിക്കറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, ഇതിൽ അധികം ആൾക്കാരൊന്നുമില്ല, ആൾക്കാർ ഒരേ ഇറങ്ങി പോക്കലാണ്. അപ്പം എല്ലാവർക്കും ബൈ ബൈ. ഗൈസ്, നമ്മളിപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മാർക്കറ്റാണ്. ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഓർമ്മ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ഇവിടുത്തെ വേറൊരു മാർക്കറ്റിൽ ഇപ്പോൾ വന്നിട്ടാണുള്ളത്. ഇച്ചിരി വലുതാണ്, പക്ഷേ ഇവിടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടോ. 2 യൂറോ, 1 യൂറോ. പിന്നെ ഇവിടെ കുറേ ഡ്രസ്സുകളുണ്ട്. 2 യൂറോ, 5 യൂറോ, പല റേറ്റിലാണ് വരുന്നത്. അതേപോലെ ബാഗ് കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഈ സൈഡിലും ഉണ്ട്. പിന്നെ കുറേ അപ്പുറത്തേക്ക് പോയാൽ തൊപ്പി, അതുപോലെ ബൂട്ട്സ്, പിന്നെ ബെൽറ്റ്, പേഴ്സ്, അങ്ങനെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ലേഡീസിൻ്റെ ഹാൻഡ് ബാഗ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇല്ലേ, അമ്മ ഇവിടെ ചുമ്മാ നോക്കുന്നുണ്ട്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം കണ്ട പോലെ ചെറിയ ചെറിയ വാച്ചുകൾ ഇതാ. ഗായ്സ്, നല്ല കിടിലൻ ജാക്കറ്റ്. ഇതിനൊക്കെ എത്ര രൂപയായിരിക്കും അമ്മ? ഇതിനൊക്കെ എത്രയാമ്മ? ഡെനിമിൻ്റെ പോലത്തെ ജാക്കറ്റുകളുണ്ട്. ആമ്പിളർക്കുള്ള ബനിയൻ ഷർട്ട്, ചെറിയ ചെറിയ ഓവർ ജാക്കറ്റുകൾ. അവിടെ കുറേ ബാഗേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ഇവിടെ കുറേ ബനിയുണ്ട്. പിന്നെ ഇതെവിടെ ജാക്കറ്റ് കാര്യങ്ങളൊക്കെ. ഈ ജാക്കറ്റിന് മേലെ നമ്മൾ പ്രസിൻസ് ആണ്. ആർമി ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ബാഗിനൊക്കെ എത്ര യൂറോ ആയിരിക്കും? പിന്നെ ഇതാ ഇവിടെ തൊപ്പി കാര്യങ്ങളൊക്കെ. ഇവിടെയും കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാം പാക്ക് ചെയ്ത് തിരിച്ച് പോകേണ്ട സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ കാണാൻ പറ്റിയ ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മീൻസ് ടൂറിസ്റ്റേഴ്സ് വരാറുള്ള. നമുക്ക് ജസ്റ്റ് ഞാൻ അതൊന്ന് കാണിച്ചു തരാം. അതായത് ഒരു പാർക്ക് പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, അതൊക്കെ കാണിച്ചു തരാം. പിന്നെ ഈ ബോട്ടിലിടേണ്ട വേസ്റ്റ് പിന്നെ ഏതാ ബോട്ടിൽ അവിടെ ഇട്ടിട്ടുണ്ട്. ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. അതേപോലെ ഒരു വലിയ ഗേറ്റ് പോലത്തെ സെറ്റപ്പ്. അതായത് ടോട്ടൽ റോഡിനെ ക്രോസ് ചെയ്തുകൊണ്ടാണ് ഗേറ്റ് സെറ്റപ്പ് പോകുന്നത്. അപ്പോൾ ഇതിനെ ഇവിടെ നിലനിർത്തിക്കൊണ്ട് ഇവർ റോഡ് ബിൽഡ് ചെയ്താന്ന് തോന്നുന്നു. അവിടെ ഒരു വലിയ പാർക്കുണ്ട് ആ സൈഡ്. ഇപ്പുറം വലിയ പാർക്കുണ്ട്. എല്ലാം അമ്മ പാർക്കുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്നൊന്നുമില്ല. അവിടെ ചെറിയ പാർക്കുണ്ട്. അപ്പം നമ്മളിവിടെ ഒരു ചേട്ടൻ ഹെൽപ്പണ്ട് കഴുത്ത് കുരിശൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ക്രോസ് ചെയ്തിട്ടുണ്ട്. വിശുദ്ധ യോഹന്നാൻ സ്ലീഹാൻ്റെ പള്ളിയിലേക്കാണ്. നമ്മുടെ ഓൾഡസ്റ്റ് പള്ളിയാണ് ഇവിടുത്തെ. പിന്നെ അവിടെ നിങ്ങൾക്ക് കുറേ സംഭവങ്ങൾ കാണാം. ഇപ്പം നേരെ മുമ്പോട്ട് പോകണമെങ്കിൽ ഇനി ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പള്ളിയുടെ ഫ്രണ്ട് വശം കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതാണ് ആ പള്ളി. ഇത് സീന് വലിപ്പമുള്ളതാണ്. കുറേ സ്ലീഹന്മാരുടെ പിക്ചേഴ്സൊക്കെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വലിയൊരു ടൂറിസ്റ്റ് വലിയൊരു എന്താ പറയുക, ഒരു ടൂറിസ്റ്റ് പാക്കേജ് വന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. കുറേ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. എല്ലാവർക്കും ടാഗും ID കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് കേട്ടോ പള്ളി. ഇതാണ് എൻട്രൻസ്. ഇവിടെ നമ്മളെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോണ് കാര്യങ്ങളെല്ലാം ഓഫൊക്കെ ചെയ്യണം, ഇവിടെ ചെക്കിങ് ചെയ്യണം. കൈസ് അങ്ങനെ നമ്മൾ പള്ളിയുടെ ഉള്ളിൽ കയറും കേട്ടോ. ഇതിനു മുമ്പ് നമ്മൾ ഈ പള്ളി വന്നിട്ടുണ്ട്. ഞാൻ പണ്ട് ഇറ്റലി വന്ന സമയത്ത് ഞാൻ ഈ പള്ളി വന്നിട്ടുണ്ട്. ഇവിടെ കുറേ രൂപങ്ങളുണ്ട് ഗൈസ്. അമ്മ പറഞ്ഞില്ല ഇവിടെ വന്ന് ഞങ്ങളെന്ന് പറഞ്ഞു. പറ്റുന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കുറേ റൂമുകൾ, സെപ്പറേറ്റ് റൂമുകളിൽ നമുക്ക് ഇതിനുള്ളിൽ കയറി നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റും കേട്ടോ. ഇതിനുള്ളിൽ നമുക്ക് അകത്ത് കയറാനും പോയി നിന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറ്റും. അവിടെ നിന്ന് ആൾക്കാരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓരോന്നും ഓരോ സംഭവങ്ങൾ, അതായത് ബൈബിളിനെ ആസ്പദമാക്കിയ ഓരോ സംഭവങ്ങളാണ് എല്ലായിടത്തും ഉള്ളത്. പിന്നെ ഓരോ വൈദികരുടെയും മീൻസ് ഇവിടെ നമുക്ക് കുറേ കൊന്ത കാര്യങ്ങളൊക്കെ വാങ്ങുന്ന സ്ഥലമാണ് ഇവിടെ. റോസറീസും കൊന്തകളും അതേപോലെ കുരിശ്, മാല, രൂപങ്ങൾ. വേറൊരു സാധനം ഇവിടെ ഉണ്ട്. ഇതേ ഇവിടെ ഒരു ജാറിൽ ഇങ്ങനെ തീ കത്തിക്കൊണ്ട് കോട്ടെ അതിൻ്റെ ഉള്ളിൽ. ഇതാണ് വിശുദ്ധൻ്റെ കല്ലറയുടെ സാദൃശ്യത്തിലൊരു രൂപം കൂടെ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ കുരിശിൽ
അതേപോലെ ഈശ്വരൂപം. ഇവിടെ നമുക്ക് മെഴുകുതിരി എത്തിക്കാം. അവിടെയാണ് ഇത് മാർപ്പാപ്പ വന്നിരിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അതെ, മാർപ്പാപ്പയാണോ ഇനി ഏതെങ്കിലും മറ്റേതെങ്കിലും മെത്രാന്മാരാണോ എന്നറിയത്തില്ല. മെഴുകുതിരി കത്തിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വെച്ചിട്ട് സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ചെയർ കണ്ടോ? ഇത് മാർപ്പാപ്പയോ മെത്രാനോ അങ്ങനെ ആരോ വന്നിരിക്കുന്നൊരു ചെയറാണ്. അല്ലെങ്കിൽ കാരണം അവിടെ മറ്റ് മൈക്കുകളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. എൻ്റെ മേലുള്ള വ്യൂ ഉണ്ടോ? നേരത്തെ പറഞ്ഞ മാലകൾ അതുപോലത്തെ സാധനങ്ങളൊക്കെ ഇവിടെയാണ് വാങ്ങുന്നത്. ഇത് മൊത്തം മാർപ്പാപ്പന്മാരുടെയും ഫോട്ടോ പതിപ്പിച്ച ഒരു പോസ്റ്ററാണ് കേട്ടോ. ഇത് മൊത്തം മാർപ്പാപ്പന്മാരുണ്ട്. ഇവിടെ നമുക്കാണ് ഇവിടുന്ന് നമ്മളോരോ സാധനങ്ങൾ വാങ്ങുന്നത്. കൊന്തയും അതേപോലെ ഇതെൻ്റെ വീട്ടിലിരിപ്പുണ്ട്, ഇതും വീട്ടിലിരിപ്പുണ്ട്, ഇതും വീട്ടിലിരിപ്പുണ്ട്. കുരിശന്തി വേറെ കുരിശ് കാണിച്ചു തരാം. ഇവിടെ വ്യത്യസ്ത തരത്തിലുള്ള കൊന്തകളിതാ. അതെ, അവിടെ ഒരു കുരിശിരിക്കുന്നുണ്ടോ? ഇത് അൾത്താരയാണെന്ന് എനിക്ക് തോന്നുന്നു. അൾത്താരയുടെ ഭാഗമാണെന്ന് തോന്നുന്നു ഈ സൈഡ്. അതെ, അൾത്താര തന്നെ. ഇനി ഇതാ ഇവിടെ വലിയ മറ്റൊരു രൂപമുണ്ട്. ഇത് ഏതൊരു മാർപ്പാപ്പയുടെയാണെന്ന് തോന്നുന്നു. ഏതൊരു മാർപ്പാപ്പയുടെ രൂപമാണ്. പിന്നെ ഇതേ സക്രാരിയാണ്. മറ്റൊരു അതാ അവിടെ അന്ത്യത്താഴത്തിൻ്റെ ഒരു ഫോട്ടോ അവിടെ ഉണ്ട് കേട്ടോ. അത് സ്വർണ്ണത്തിൽ ഉണ്ടാക്കിയതാണ്. അതേപോലെ സ്വർണം പൂശിയ കുറേ തൂണുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ മുകൾ വശം കണ്ടോ? അപ്പം അപ്പുറത്തെ സൈഡ് പോലെ തന്നെ ഇതും ഏതോ വിശുദ്ധൻ്റെയോ ഏതോ മാർപ്പാപ്പയുടെയോ എന്തോ ഒരു സംഭവമാണ്. എല്ലായിടത്തും പല പല സംഭവങ്ങളാണ്. എന്താണെന്ന് അറിയില്ലാത്തതുകൊണ്ടാണ് എന്തോ ഒരു സംഭവമാണെന്ന് പറയുന്നത്. അപ്പം അപ്പുറത്തെ വശത്ത് കണ്ടതുപോലെ തന്നെ ഇവിടെയും ഇനി കുറേ റൂമുകളും. ഇത് കുമ്പസാരക്കൂടാണ് ഈ കാണുന്നത്. ഇവിടെയുണ്ട് കുമ്പസാരക്കൂടുകൾ. തൊട്ടപ്പുറം കണ്ട പോലെ തന്നെ എല്ലാ സൈഡിലും അവിടെ ഇവിടെയൊക്കെ ഓരോ വിശുദ്ധന്മാർ ഉയർക്കപ്പെട്ടതും അവരുടെ അങ്ങനത്തെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ചിത്രങ്ങളാണ് അവിടെ ഇവിടെയൊക്കെ വരച്ച് വെച്ചിരിക്കുന്നത്. കുറേ കുമ്പസാരക്കൂടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ പള്ളിയുടെ സെൻറ്റർ ഭാഗത്ത് കുറേ സ്റ്റാച്യൂസ് അവിടെയൊക്കെ ഉണ്ട്. അതല്ലേ ഇവിടെയുണ്ട്. നിത്യ ആരാധനാ കേന്ദ്രം പോലത്തെ 24/7 ആയിരിക്കും ആരാധനാലയമാണ് അത്. ഇത് ഏതോ ഒരു മറ്റൊരു വിശുദ്ധൻ്റെ കല്ലറയ്ക്ക് സാമ്യമായ രൂപത്തിലുള്ള മറ്റൊരു ഇതെന്താണെന്ന് അറിയത്തില്ല. നോക്കട്ടെ. ഏതോ ഒരു വിശുദ്ധനെയാണ്. ഇല്ലേ മാതാവോ? അതെ, സ്വർഗാരോഹണം ചെയ്യുന്ന മാതാവിൻ്റെ രൂപമാണ് ഇവിടെ. കഴിച്ചതൊരു പട്ടുകൂറ്റ വാതിലാട്ടോ. പട്ടുകൂറ്റ വാതിൽ. എൻ്റെ പൊന്നോ, എന്ത് വലുതാ നോക്കി ഗൈസ്. അപ്പോൾ നമ്മുടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടാണ് നടന്നത്. ഇവിടെ ഒരു പോലീസുകാരനെ കണ്ടോ? ഫുൾ ആയുധമേന്തിയ ഒരു പോലീസുകാരനുണ്ട് ഇവിടെ. അപ്പം അതേ എക്സിലാണ്. പുള്ളി കാറിലാണല്ലോ കയ്യിൽ തോക്ക്. അത് തന്നെയാന്ന് തോന്നുന്നു. ഞാൻ ഉദ്ദേശിച്ച തോക്ക് തന്നെയാന്ന് തോന്നുന്നു. അത് മിലിറ്ററി ഓഫീസേഴ്സാണ്. അതേപോലെ അവിടെ ഒരു ദൂരെ ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട്. ഇവിടെയും കുറച്ച് പോലീസുകാർ നിൽപ്പുണ്ട്. ഇനി നമുക്ക് കാണുന്നത് ഞാനൊന്നെങ്കിൽ മിക്കവാറും ഫുഡ് കഴിക്കേണ്ട അവിടെ എത്തിയിട്ടുള്ള വിഷ്വൽസ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഇവിടെ എന്തൊക്കെയോ പണി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. തൊട്ടപ്പുറം കുറച്ച് ഫ്ലാഗുകൾ, രാജ്യങ്ങളുടെ ഫ്ലാഗുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് പള്ളി തന്നെയാണ്. അത് 4 മണിക്ക് തുറക്കുള്ളൂ. അതിൻ്റെ ഒരു വലിയ എൻട്രൻസ് ഇവിടെ ഉണ്ട്. അതിൻ്റെ മേലെ ഭിത്തിയിൽ കുറേ വർക്കുകളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു വലിയ നടയാണ്. ആ നട മുട്ട് കുത്തിയാണ് ആ നട കയറുക നമ്മൾ. അങ്ങനെ എന്തോ അങ്ങനെയാണ് അമ്മ ചരിത്രം പറയുന്നത്. അപ്പം അങ്ങനെ പറയപ്പെടുന്നൊരു സ്ഥലമാണ്. അപ്പം ആ സ്റ്റെപ്പിൽ എല്ലാവരും മുട്ടുകുത്തിയാണ് സ്റ്റെപ്പ് കയറാറ്. അപ്പോൾ അത് ഇതിനുള്ളിലാണുള്ളത്. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് പണ്ട് വന്നപ്പം. ഓർമ്മ പോലും ഇല്ല. കയറി എന്നുള്ളൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ. മുട്ടുകുത്തി കയറിയൊരു സ്ഥലം. ആംബുലൻസ് ആർക്കോ ദൈവമേ കാത്തോണേ ആരെയോ കൊണ്ട് ആംബുലൻസ് പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ വീടിൻ്റെ അവസാനത്തെ ക്ലിപ്പുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നിങ്ങളെ ഞാൻ കാണിക്കുക. നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ബസ് ഇറങ്ങി അങ്ങനെ അവസാനം അമ്മയുടെ വീടിൻ്റെ അടുത്ത് എത്താറായി നമ്മൾ. ഞാൻ അമ്മേനെ നേരെ പോകുന്നത്
വീണ്ടും ആംബുലൻസ് പോയിരിക്കുകയാണ്. അതിൽ പോകുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ നേരെ ഇപ്പം അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഗ്യാങ്സ്റ്ററെ കാണാം ഗൈസ്. ഗ്യാങ്സ്റ്റർ ഇതേ പോകുന്ന സിഗരറ്റൊക്കെ വലിച്ചുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് പണികൾ നടക്കുന്നുണ്ട്. അപ്പം എന്തായാലും നമ്മളിപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. അപ്പം നമ്മുടെ ഇന്നലെ എൻ്റെ വീട്ടിലുള്ള നമ്മുടെ ഏഷ്യ റെസ്റ്റോറൻറ്റ്, ഇതിന് മുമ്പ് എൻ്റെ ഷോർട്സ് കണ്ടവരുള്ള ഏഷ്യ റെസ്റ്റോറൻറ്റ്, ആ ഏഷ്യ റെസ്റ്റോറൻറ്റിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പം മകള് വന്നോ അതെ വിളിക്കുന്നുണ്ട്. ഹോണ്ടേൻ്റെ ഏതൊരു ബൈക്ക് ഇരിപ്പുണ്ട്. സിരി ഏതത് എനിക്കറിയാൻ പാടില്ല. ഏതാണ് സിരി 300 100cc. അപ്പോൾ വണ്ടി അവിടെ ഇരിപ്പുണ്ട്. എന്ത് നാറ്റം അവിടെ വേസ്റ്റ് പിന്നെ അടുത്തുള്ളതുകൊണ്ട് നല്ല മണമുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മുടെ നാട്ടിലെ നമ്മുടെ അവിടുത്തെ പോലത്തെ ലിത്വാനിയയിലെ പോലെ തന്നെ ബോൾട്ടൊക്കെ റൈഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്നലത്തെ വ്ളോഗിൽ ഞാൻ ഈ ഭാഗങ്ങളൊക്കെ എൻ്റെ വ്ളോഗിൽ ആഡ് ചെയ്തു. അതായത് ഞാൻ എൻ്റെ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ഈ ഭാഗങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നേരെ ചെല്ലുന്നത് റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഇന്ന് നമ്മളെന്താ കഴിക്കുന്നത് ഞാൻ കാണിച്ചു തരും. അപ്പോൾ ഇന്നലെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ലാസ്റ്റ് ടൈം റെസ്റ്റോറൻറ്റ് വീഡിയോയിൽ ലാസ്റ്റ് കുറച്ച് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ റെസ്റ്റോറൻറ്റിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചാണ്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തൊരു വേഗം പോയി വീഡിയോ കണ്ടോളൂ. അപ്പം ഇന്നിപ്പോൾ സിഗ്നൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. ഇതും ക്രോസ് ചെയ്ത് ആ സിഗ്നലിലൂടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് വരുന്നത്. അപ്പോൾ ഇനി നേരെ പോവുക, ഫുഡ് കഴിക്കുക, എന്നിട്ട് തിരിച്ച് വീട്ടിൽ പോവുക. അപ്പോൾ ഇനി നമുക്ക് നേരെ റെസ്റ്റോറൻറ്റ് വെച്ചിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മളെ ഫുഡ് എന്താ ഓർഡർ എടുക്കാൻ വന്നത് ഒരു ഹിന്ദിക്കാരനാണ് ഗൈസ്. ചങ്ങായി വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഇറ്റാലിയൻ പറയുക. എനിക്കും വല്ല സാധനം അറിയാമോ? അമ്മയാണെങ്കിൽ മിണ്ടായിരിക്കുക. അമ്മ വായന എന്താ തിന്നുകൊണ്ടിരിക്കുന്നവരെ അമ്മ ഒന്നും മിണ്ടുന്നില്ല. പുള്ളിക്കാരൻ വന്നിട്ട് ഹിന്ദി മറ്റേ ഇറ്റാലിയൻ പറയുക. അവസാനം ഞാൻ ഇങ്ങനെ നോക്കി. അപ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളിക്ക് മനസ്സിലായി തോന്നുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഫോണിലൊരു ചാറ്റ് എടുത്തു. ചാറ്റിൽ നമ്മുടെ മലയാളം വരും. അങ്ങനെ മലയാളത്തിൽ 2 സ്പെഷ്യൽ ഊണ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഊണിൽ എന്തൊക്കെ സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. പിന്നെന്താ വാങ്ങി, പിന്നെ ഒരു മട്ടൻ കറി, മട്ടൻ നമ്മൾ വിട്ടു വീടില്ല, മട്ടൻ കറി വാങ്ങിയിട്ട് പിന്നെ ഒരു മത്തി പൊരിച്ചത്, ഒരു മട്ടൻ കറി. കാരണം ഞാനൊന്ന് ഷെയർ ചെയ്തു, കാരണം ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. ഇപ്പോൾ എന്തായാലും നമുക്ക് ഊണ് കഴിക്കാം ഗൈസ്. നമ്മുടെ മീൽസ് എത്തിയിട്ടുണ്ട്. ചോറ്, പപ്പടം, സ്പെഷ്യൽ മീൽസ് ഉണ്ടോ ഇന്നലത്തെ സെയിം ചേട്ടൻ തന്നെ. വെണ്ടയ്ക്ക മപ്പാസ്, ഡക്ക് റോസ്റ്റ്. അല്ല അത് 2 പേർക്കുണ്ട്. അവിടെ വെച്ചോ. ബാക്കിയല്ലേ ഷെയറാ. കഴിച്ചു. ചോറൊക്കെ വന്ന് തീരാറായി. ഒരു മത്തി ഫ്രൈ ഉള്ളൂ എന്ന് വെച്ചാൽ മത്തി ഫ്രൈ ഓർഡർ ചെയ്താൽ വന്നിരിക്കുന്ന മത്തി ഫ്രൈ ഉണ്ടോ, പാത്രം നിറച്ച് മത്തി. പാത്രം നിറച്ച് മത്തിയാണ് വന്നിരിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞുതരാം. ഇത് പാർസൽ പോവും, ഇത് ചിലപ്പോൾ പാർസൽ പോവും. എല്ലാം കൂടി ഇപ്പോൾ പാർസലാക്കേണ്ടി വരും, കാരണം വയറിൽ സ്പേസ് ഉണ്ടാവില്ല. ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇറ്റാലിയൻ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നുകൊണ്ട് നമ്മുടെ ഇറ്റാലിയൻ വ്ളോഗ് തീരുവാണ്. അപ്പം എൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ വന്നതും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം അമ്മ എല്ലാവർക്കും ബൈ പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ഗൈസ്.